എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തൈര് സാദം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. വെജിറ്റേറിയൻസിൻ്റെ എല്ലാം സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡാണല്ലോ ഇത്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് പൊന്നിയരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അരി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്കിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. വെന്തൊന്ന് ഉടഞ്ഞു വരണം. തൈര് സാദത്തിന് അങ്ങനെയാണ്, അറിയാലോ. അത്യാവശ്യം നല്ലപോലെ വെന്ത് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് ചോറ് വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഞാൻ ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഒരല്പം ചേർത്തു. ഇനി നമുക്കിതിലേക്ക് പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ കേട്ടോ. നല്ല കട്ടി വേണ്ട, ഒരല്പം ലൂസായിട്ട് ഇരുന്നോട്ടെ. തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുള്ളത് തൈര് സാദത്തിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. പുളി കുറച്ച് കുറഞ്ഞത് തന്നെ വേണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കണം. നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കണം. തൈര് ചോറിലേക്ക് അങ്ങ് മിക്സ് ആയിട്ടിരിക്കണം, അറിയാലോ. നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. നെയ്യല്ല, ഇനി ഏതെങ്കിലും ഓയിൽ നമ്മുടെ കയ്യിലുള്ളത് ഏത് വേണമെങ്കിലും ചേർക്കാം. നെയ്യാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. അവരവരെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഒരല്പം ചേർത്താൽ മതിയാവും. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉഴുന്നുപരിപ്പും പിന്നെ സാധാരണ പരിപ്പില്ലേ, കടലപ്പരിപ്പോ സാധാരണ സാമ്പാർ പരിപ്പോ എന്ത് വേണമെങ്കിലും ആവട്ടെ, ഒരല്പം ചേർത്ത് ഈ നെയ്യിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിയാതെ നല്ല ഫ്ലേവർ വരുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ തൈരിലേക്ക് ഇതൊക്കെ ചേരുമ്പോൾ നല്ല സ്വാദാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ്, അത് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് വലുതായിരുന്നു, അത് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തു. ഒന്ന് വഴറ്റി ഒരു വറ്റൽമുളകും കൂടി പൊട്ടിച്ച് ചേർത്തു കേട്ടോ. ഇതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചേർക്കാം. കൂടുതൽ വേണ്ടവർക്ക് അത്രയും ചേർക്കാം. ഞാനിവിടെ 2 പേർക്ക് ഒരു നേരം കഴിക്കാവുന്ന ഫുഡാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. സിമ്മിലിട്ടിട്ട് വേണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല ഫ്ലേവർ ഇങ്ങനെ വരണം. എല്ലാം കൂടി മിക്സായിട്ട് ഇഞ്ചിയൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ മറന്നു കേട്ടോ. എന്താണെന്നറിയോ, നെയ്യിൽ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഒരല്പം നല്ല ജീരകം കൂടി ഇടണം കേട്ടോ. ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ അത് ഒരല്പം ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. എന്നാൽ കരിയാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറേ മാറും, തൈര് സാദത്തിൻ്റെ ഫ്ലേവറേ മാറും കേട്ടോ. ഇനി അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരും ചോറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഉപ്പൊക്കെ പാകത്തിനൊക്കെ ഇട്ടിട്ട് അത് ഈ വറവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഉഴുന്നിൻ്റെയും പരിപ്പിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവറൊക്കെ ഈ ചോറിലേക്ക് അങ്ങ് മിക്സായിട്ട് വരട്ടെ. ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഇടേണ്ടവർക്കൊക്കെ ഇടാം കേട്ടോ. കൂടാൻ പാടില്ല. പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കണമെന്നും പ്രത്യേകം പറഞ്ഞല്ലോ. ഇത്രയും ആയാൽ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗ്രാനൈറ്റ്, മാതള നാരങ്ങ എന്നൊക്കെ പറയുന്നില്ലേ, റുമാമ്പഴം എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ സീഡ്സും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഒരു ഷോയ്ക്കും ഒരു ടേസ്റ്റിനും കൂടി. ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരു ഡെക്കറേഷനാണ് ഞാനിത് ചെയ്തത്. അങ്ങനെ അടിപൊളി തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പറയണം. എല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. കൂടെ ഹൈപ്പും കൂടി ചെയ്യണം, ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ.